വിദേശ നിക്ഷേപം കിട്ടിക്കൊണ്ടിരുന്ന സംസ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെമിറ്റൻസസ്, നിക്ഷേപമല്ല, ആളുകൾ അയക്കുന്നത്, നമ്മുടെ ആളുകൾ ഗൾഫിലൊക്കെ പോയാൽ. ഇപ്പം നമ്മൾ നമ്പർ 2 പൊസിഷനാണ്, ആൻഡ് വേ ബിലോ നമ്പർ 1 വിച്ച് ഇസ് മഹാരാഷ്ട്ര. ഈ 3 കാര്യങ്ങളും കൂടെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രോഗ്നോസിസ് അത്ര നല്ലതല്ല. ആൻഡ് നമുക്ക് വി ഹാവ് റിയലി കൺസേൺസ്. ഇത് രാഷ്ട്രീയപരമല്ല, ഇതിപ്പോൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാർട്ടി ഒന്നുകൂടെ ഇതിലൊന്നും ഒരു വ്യത്യാസവും വരാൻ പോണില്ല. ബിക്കോസ് ദ മോഡൽസ് ദറ്റ് ദേ ഫോളോ ഈസ് ദ സെയിം. ഐ ടോക്ക് അബൌട്ട് എന്താണ് ആ മോഡൽ എന്ന് ഞാൻ പറഞ്ഞുതരാം, എന്തായിരിക്കണം ആ മോഡൽ ചേഞ്ച് എന്നും പറയാം. സോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വാട്ട് ഷുഡ് ബി ദ ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ്, നാളത്തെ നേതാക്കളുടെ ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ് എന്തായിരിക്കണമെന്ന് വേണ്ടി വരുന്നത് ഈ സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ ലെറ്റ് മീ ഗോ ടു ദാറ്റ്. നമ്മൾ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലം അതൊക്കെ കഴിഞ്ഞു, 75 കൊല്ലം കഴിഞ്ഞു. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പല മെത്തേഡ്സും ഔട്ട് ഓഫ് ഡേറ്റ് ആയി. നമ്മളുടെ നേതൃത്വത്തിന് ഇന്ന് വേണ്ട ഏറ്റവും നമ്പർ 1 നീഡ് ഈസ് നോളജ്. അറിവ് ആവശ്യമാണ്. We need people who have the knowledge, understanding of where we are and what the future is. They must have exposure to lead us to the future. We cannot have leaders who live in the past or dwell in the past. ഇന്നലകളിൽ ജീവിക്കുന്ന, ഇന്നലകളിൽ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന നേതൃത്വത്തെ കൊണ്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ കേരളം വിട്ടു പോകുന്നതെന്ന് വെച്ചാൽ they don't find a future here, or at least perceptionally they don't find, and that's the reason why they go. ഉദാഹരണത്തിന്, when you see our leaders talking, most of those conversations അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല, അതൊന്നും നമ്മൾ ഒരു സ്ഥലത്തും എത്തിക്കുകയില്ല. അതൊരു പാർട്ടി ലൈനിൽ അവിടെ ഇരുന്നുള്ള ഒരു റെട്ടറിക് എന്നല്ലാതെ അതിനൊന്നും ഒരു അർത്ഥവും ഇല്ല. That is the reason why കേരളത്തിലെ കുട്ടികൾക്ക് രാഷ്ട്രീയത്തോട് they will switch the channel immediately. അതിൻ്റെ റീസൺ അതാണ്. രണ്ടാമത്തത്, സോ വി നീഡ് പീപ്പിൾ ഹു ആർ നോളജബിൾ. നമ്മളുടെ നേതാവായി കഴിഞ്ഞാൽ ഒരു തോന്നലുണ്ട് എല്ലാം അറിഞ്ഞു. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. സോ knowledge is a requirement, and every opportunity should be a learning opportunity. അതില്ലാത്ത നേതാക്കന്മാർ will not be able to lead us. Number 2, other than knowledge. Number 2, capability. If you ask many of our political leaders, they have no clue as what their job is. അവരുടെ ജോലി എന്താണെന്ന് പോലും അറിയില്ല. സ്ലോഗനിയറിങ്, മുദ്രാവാക്യവും ഡിസ്റപ്ഷനും ഉദ്ഘാടനവും അല്ല അവരുടെ ജോലി. They have to really look, they should have the capability to implement program. ഉദാഹരണത്തിന് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എന്താണ് ഞാൻ അടുത്ത വർഷം, അടുത്ത 5 കൊല്ലം ചെയ്യേണ്ടത്, ആ പ്രോഗ്രാംസിനുള്ള ഫൈനാൻഷ്യൽ മീൻസ്, റിസോഴ്സസ് പ്ലസ് ദി എക്സിക്യൂഷൻ, ദാറ്റ് ഈസ് ദെയർ ജോബ്. ആൻഡ് വെദർ ഇറ്റ് ഈസ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നടത്തുന്നോ, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും. സോ പീപ്പിൾ ഹു ഹാവ് ദ കേപ്പബിലിറ്റി ടു എക്സിക്യൂട്ട് should be in leadership position.